5 സിനിമകൾക്ക് അനുമതി നിഷേധിച്ചത് വിദേശ മന്ത്രാലയം. സിനിമ നിർമ്മിച്ച രാജ്യവുമായുള്ള ബന്ധം വഷളാകുമെന്നതാണ് കാരണം. പ്രദർശിപ്പിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്നും വിദേശ മന്ത്രാലയം അറിയിക്കുന്നു. പി ബസന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബസന്ത്, ഇന്നലെ INB മിനിസ്ട്രി പറഞ്ഞ കാര്യം ഇവിടെ നിന്ന് അയക്കാൻ വൈകി, അതാണ് കാരണമെന്നായിരുന്നു ഇന്നലെ നമുക്ക് ലഭിച്ച വാർത്ത. ഇന്നിപ്പോൾ പറയുന്നു അതല്ല, നയതന്ത്ര തലത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ടാണ് എക്സംഷൻ നൽകാത്തതെന്ന്. ഇത് രണ്ടും ചേർന്ന് പോകുന്ന വിഷയങ്ങളാണ്. അതായത് കാലതാമസം ഉണ്ടായി എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട്. അത് INB മന്ത്രാലയത്തിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ സിനിമകൾ സർക്കാരിന്റെ ഒരു വേദിയിൽ, അതായത് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു ചിത്ര പ്രദർശനത്തിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അത് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള മറ്റേതെങ്കിലും രാജ്യത്തെ ബാധിക്കുന്നതാണോ എന്ന് കൂടി നോക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സർക്കാരിൻ്റെത്. രണ്ടും ചേർന്ന് പോകുന്നതാണ്. INB മന്ത്രാലയത്തിൻ്റെത് ചട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിദേശ മന്ത്രാലയം ഈ സിനിമകൾ നോക്കുന്നത് നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്നതാണോ എന്നുള്ളതാണ്. ഇതിപ്പോൾ മറ്റൊരു രാജ്യത്തെ എന്തെങ്കിലും വിമത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ അത് ഒരു സർക്കാരിന്റെ വേദിയിൽ പ്രദർശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നയതന്ത്ര ബന്ധങ്ങൾ വിള്ളലുണ്ടാക്കുന്നു എന്നുള്ളതാണ് വിദേശ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ മലയാളികൾക്കും, അതായത് ഇന്ത്യൻ പൗരന്മാർക്കും ഒക്കെ തന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനായിരിക്കും. അല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രി ആ ഒരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന ഒരു സ്വീകരണം മറ്റൊരു തരത്തിലാകാം. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സിനിമകൾ നോക്കുകയും അതിന് അനുമതി നിഷേധിക്കുകയോ അനുമതി നൽകുകയോ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം പറയുന്നത്. ഇത്തരത്തിൽ വിദേശ മന്ത്രാലയം അല്ലെങ്കിൽ സിനിമകളുടെ പ്രദർശന യോഗ്യത നോക്കി അനുമതി നിഷേധിക്കുന്ന സിനിമകൾ ഏകപക്ഷീയമായി നിങ്ങൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനായിരിക്കും. നാളെ ആ രാജ്യത്തെ ഏതെങ്കിലും ഇന്ത്യൻ പൗരനുമായി അല്ലെങ്കിൽ മലയാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഇടപെടുന്നതിന് പരിമിതി ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. അനുമതി നിഷേധിച്ച സിനിമകൾ ക്ലാഷ്, ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക്, ഓൾ ദാറ്റ് ലെഫ്റ്റ് ഓഫ് യു, പോയറ്റ്, അൺകൺസീൽഡ് പോയട്രി, അതോടൊപ്പം തന്നെ യെസ് എന്ന് പറയുന്ന സിനിമകൾക്കാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ചട്ട ലംഘനം എന്ന് പറയുന്നത് 15 ദിവസം മുമ്പ് അനുമതിക്കായി അപേക്ഷിക്കുക. അത് വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മാത്രമേ ഇതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. ശരി, ഡൽഹിയിൽ നിന്ന് പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എന്തുകൊണ്ട് ഈ 5 ചിത്രങ്ങൾക്ക് അനുമതിയില്ല, എന്തുകൊണ്ട് പ്രദർശിപ്പിക്കാൻ കഴിയില്ല, അതിനുത്തരം പറയുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ്. അത് മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധത്തെ തന്നെ ബാധിക്കും, അതുകൊണ്ടാണ് അനുമതി നൽകാത്തത് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്ന വിവരം.